ഇന്ത്യയിൽ കനൽ തരി പോയിട്ട് ഒരു ചാരം പോലും ഇല്ല എന്നുള്ള അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അവർ വിചാരിച്ചു അവർ നമ്മുടെ യജമാനനാണെന്ന്. എന്നാൽ അങ്ങനെയല്ല എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തിരുത്തിക്കുറിച്ച് കാണിച്ചു കൊടുത്തു. അടി പറഞ്ഞു പോയൊരു പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവന്ന് 5 കൊല്ലം കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നത് PD സതീശൻ എന്ന ഒരു നേതാവിൻ്റെ കഴിവ് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ലാത്തൊരു പാർട്ടിയാണ്. തൂക്കി ത്രിവർണ്ണ കരങ്ങളോടെ അങ്ങനെ 2026 അസംബ്ലി ഇലക്ഷൻ UDF സ്വന്തമാക്കിയിരിക്കുകയാണ്. നീണ്ട 10 വർഷത്തിനു ശേഷം അങ്ങനെ UDF ഗവൺമെൻറ് വീണ്ടും കേരളം ഭരിക്കാൻ പോവുകയാണ്. VD സതീശനും UDFനും എൻ്റെ ആശംസകൾ. ഏറെക്കുറെ ഈ ഒരു ഇലക്ഷൻ്റെ പ്രചരണമൊക്കെ നടക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു ഏറെക്കുറെ UDF അധികാരത്തിൽ വരുമെന്ന്. കാരണം മറ്റൊന്നുമല്ല, ഭരണവിരുദ്ധത. അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തെ ഭരിച്ച് ഒരു സൈഡിലോട്ട് എത്തിച്ച LDF ഭരണത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടിയത് കൊണ്ട് നമുക്ക് അറിയാമായിരുന്നു UDF ഏറെക്കുറെ ഈ ഒരു ഇലക്ഷനിൽ ജയിച്ച് കയറി വരുമെന്ന്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടുത്തെ രാജാവ് ജനങ്ങൾ തന്നെയാണ്. അധികാരത്തിൽ വരുന്ന ഇനി UDFൻ്റെ അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരോടും മന്ത്രിമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ എങ്ങനെയൊക്കെ നടക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങളാണ് അൾട്ടിമേറ്റ് സൂപ്പർ പവർ. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ രാജ്യം ഭരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നാട് ഭരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടെ നികുതി തരുന്ന ഞങ്ങളുടെ നികുതി പണം കൊണ്ട് അനുഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നാടിനെ നയിക്കാൻ വേണ്ടി ഞങ്ങൾ കാശ് മുടക്കി നിങ്ങളെ ജോലിക്ക് വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ പലരും മറന്നുപോയതായിരുന്നു ഈ കാര്യം. അവർ വിചാരിച്ചു അവർ നമ്മുടെ യജമാനനാണെന്ന്. എന്നാൽ അങ്ങനെയല്ല എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ തിരുത്തിക്കുറിച്ച് കാണിച്ചു കൊടുത്തു. ഇത് പറയുമ്പോൾ നിങ്ങളിൽ പലരും പറയുമായിരിക്കും ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന്. ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവമില്ല. എന്നാൽ ഞാൻ ഇന്ന് ഒരാളുടെ ഫാനാണ്. അത് മറ്റാരുമല്ല, VD സതീശൻ. അതായത് കഴിഞ്ഞ ഒരു 5 കൊല്ലം മുമ്പ് ഗ്രൂപ്പിസം കൊണ്ട് അങ്ങേയറ്റം പരിതാപകരമായിട്ട് താണുപോയ ഒരു പ്രസ്ഥാനത്തെ ഒറ്റയ്ക്ക് നിന്ന് കൂട്ടി യോജിപ്പിച്ച്, അതായത് ഗ്രൂപ്പിസമായിട്ട് പോയവരെല്ലാവരെയും കൂടെ നിർത്തി കൂട്ടി യോജിപ്പിച്ച് നല്ലൊരു പ്രസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടുവന്ന് ഈ ഒരു ഇലക്ഷന്, അതും VD സതീശൻ പറഞ്ഞ പോലെ 100-നടുത്ത് അല്ലെങ്കിൽ 100-ൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഒരു പ്രസ്ഥാനത്തെ, അതായത് അടി പറഞ്ഞു പോയൊരു പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുവന്ന് 5 കൊല്ലം കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നത് VD സതീശൻ എന്ന ഒരു നേതാവിൻ്റെ കഴിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ VD സതീശനോട് എനിക്കൊരു ചെറിയ ആരാധനയൊക്കെ ഉണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ ഞാനത് പബ്ലിക്കായിട്ട് പറഞ്ഞതുമാണ്. കാര്യം ആ പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു കേരളത്തിൻ്റെ ചായ്വ് എങ്ങോട്ടാണ് എന്ന്, അല്ലെങ്കിൽ VD സതീശൻ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എന്തായാലും തിരിച്ചുവരവിൻ്റെ പാതയിൽ ഇനി UDF ഗ്രൂപ്പിസത്തിലൊക്കെ പോയി ഇപ്പം തന്നെ ആക്ച്വലി ഈ ഒരു ഇലക്ഷന് ഡിക്ലെയർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചർച്ചകൾ സജീവമായിരുന്നു. ചർച്ചകളല്ല, ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾ തന്നെ, UDFൻ്റെ രാഷ്ട്രീയ നേതാക്കൾ തന്നെ മുഖ്യമന്ത്രി ആര് അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരുപാട് മുഖ്യമന്ത്രി കസേരകളുമായിട്ട് ആളുകൾ തലയിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ വീണ്ടും ഒരു ഗ്രൂപ്പീസൊക്കെ അടി ഉണ്ടാക്കി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായാൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ വിശ്വസിച്ച് വോട്ട് നൽകിയ ജനങ്ങളോടുള്ള നെറുകേടായിരിക്കും. അങ്ങനെ ഒരു രീതി നിങ്ങൾ ചെയ്യാതെ നിലവിലുണ്ടായിരുന്ന സർക്കാർ ജനങ്ങളോട് ചെയ്ത അതേ തെറ്റ് തന്നെ ആയിരിക്കും നിങ്ങളും ചെയ്യുന്നത്. നിങ്ങളത് ആവർത്തിക്കാതിരിക്കുക. അച്ചടക്കമുള്ളൊരു സംഘടനാ പ്രവർത്തനത്തിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. ആ മുഖ്യമന്ത്രിക്ക് ഒപ്പം നിന്ന് നിങ്ങൾ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്നോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ പേര് പറയത്തുള്ളൂ, അത് VD സതീശനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പഠിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ധർമ്മടത്ത് പിണറായി വിജയൻ, അതായത് LDFൻ്റെ ഏറ്റവും ഐക്കോണിക്കായിട്ടുള്ള നേതാവ് പിണറായി വിജയന് ഒരു സമയത്ത് വെല്ലുവിളി വരെ ഉണ്ടാക്കി. അതായത് അദ്ദേഹം പിന്നിലോട്ട് പോയി. അതായത് കേരളം ഭരിക്കുന്ന 10 വർഷമായി കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി പിന്നിലോട്ട് പോവുകയാണ് ചെയ്തത്. അത്രത്തോളം ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. അത്രത്തോളം ജനങ്ങളിൽ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു രാഷ്ട്രീയത്തിൽ നമ്മളൊരു ഒരു CM ആയിട്ട് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കുമ്പം നമ്മൾ കുറച്ച് ഈ ധാർഷ്ട്യമൊക്കെ മാറ്റണം. ജനങ്ങളെ രണ്ടാം നിരക്കാരായിട്ട് കാണാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കണം. പണ്ടൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ജനസമ്പർക്ക പരിപാടിയിലൂടെ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നൊരു മനുഷ്യൻ. അങ്ങനെ ആവണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ ജനങ്ങൾക്കൊപ്പം ഇനിയെങ്കിലും നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ജനങ്ങളാണ് അൾട്ടിമേറ്റ് സൂപ്പർ പവർ, അൾട്ടിമേറ്റ് സുപ്രീം എന്ന് നിങ്ങൾ മനസ്സിലാക്കി തിരുത്തി കുറിച്ച് വന്നാൽ ഒരുപക്ഷെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വീണ്ടും കനലൊരു തരി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ കനൽ തരി പോയിട്ട്
ഒരു ചാരം പോലും ഇല്ല എന്നുള്ള അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലെ തമ്മിലടി, അധികാരമോഹത്തിന് വേണ്ടിയുള്ള തമ്മിലടി അവസാനിപ്പിച്ചില്ല എങ്കിൽ കേരള ജനതയുടെ ഒരു വലിയ പ്രതീക്ഷയായിരുന്ന ഒരു പ്രസ്ഥാനത്തെ വീണ്ടും അവർ കൈവിടേണ്ട അവസ്ഥയിലോട്ട് വരും. കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം തന്നെ അതിൻ്റെ അസ്തിത്വത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. അങ്ങനെ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്. ഇനി LDFിനോട് പറയാനുള്ളത്, വീഴ്ചകൾ സ്വാഭാവികമാണ്. ഈ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരിച്ചു വരണം. നല്ലൊരു പ്രതിപക്ഷം കേരളത്തിന് വേണം. LDF വരിക തന്നെ വരണം. LDF കേരളത്തിന് ആവശ്യമാണ്. നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോയിട്ടുണ്ട്. ആ ഒരു അകൽച്ച നിങ്ങൾ കുറയ്ക്കുക. VSനെ പോലെ, EMSനെ പോലെ, നയനാരെ പോലെയൊക്കെ നല്ല നേതാക്കന്മാരെ വാർത്തെടുത്ത് കൊണ്ടുവരിക. അങ്ങനെ വാർത്തെടുത്ത് കൊണ്ടുവന്ന് വീണ്ടും അടുത്തൊരു 5 കൊല്ലം കഴിഞ്ഞ് LDF ഭരണത്തിലേക്ക് എത്തണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. ഇനി എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ പുതിയതായിട്ട് വരുന്ന UDF ഗവൺമെൻറ്റിനോടാണ്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ കേരളത്തിലെ യുവതലമുറകൾക്കും. നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തിലെ യുവാക്കളെ കേരളത്തിൽ പിടിച്ചു നിർത്താനുള്ള പദ്ധതികൾ കൊണ്ടുവരിക. പുറത്തോട്ട് പോകരുത്. നമ്മുടെ യൗവനം പുറത്തുപോയി മറ്റുള്ള രാജ്യത്തിന് വേണ്ടി അവരുടെ യൗവനവും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കേണ്ട അവരുടെ തലച്ചോറിനെ മറ്റുള്ള രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരിക. അതുപോലെ കേരളം ഇന്ന് പൊറുതിമുട്ടി നിൽക്കുന്ന വിലക്കയറ്റം, സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്നൊരു ജീവിത സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം നിങ്ങൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിടിച്ചു നിർത്തി കൊണ്ടുവരിക. ഇനി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ തമിഴ്നാട്ടിലോട്ടാണ്. തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ജാതി ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് കുറഞ്ഞൊരു 2 വർഷത്തിനുള്ളിൽ പാർട്ടി രൂപീകരിച്ച് ഒരു പാർട്ടിയുമായിട്ട് ഇറങ്ങി വന്ന തമിഴ്നാടിൻ്റെ ഇളയ ദളപതി വിജയ്, അദ്ദേഹം 100-ന് മേലെ സീറ്റ് സ്വന്തമാക്കിക്കൊണ്ട് അങ്ങനെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാവാൻ പോവുകയാണ്. ശരിക്കും എല്ലാവരും, അതായത് ഞാൻ ഈ ഇലക്ഷൻ സമയത്തൊക്കെ ഒരുപാട് ട്രോളുകൾ വിജയ്ക്കെതിരെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അലിഗേഷൻസ് വിജയ്ക്കെതിരെ വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ശരിക്കും അദ്ദേഹത്തെ മോശപ്പെട്ട രീതിയിൽ ട്രോളി ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരു ഇലക്ഷൻ പ്രഡിക്റ്റബിളിലൊന്നും വരാതിരുന്ന, എപ്പോഴും തിരിച്ച് DMK തന്നെ, സ്റ്റാലിൻ നേതൃത്വത്തിൽ തന്നെ തിരിച്ച് അവർ അധികാരത്തിലെത്തും. പക്ഷേ ചിലപ്പം വിജയ് ഒരു 10-20 സീറ്റൊക്കെ കൊണ്ടുവരും, അല്ലെങ്കിൽ നേടിയെടുക്കും എന്നുള്ളൊരു തോട്ടായിരുന്നു. ഈവൻ തമിഴ്നാട്ടിലെ പല സൂപ്പർ സ്റ്റാർസ് വരെയും പറഞ്ഞ കാര്യമാണ്, വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു, വിജയ്ക്ക് സിനിമ തന്നെയായിരുന്നു നല്ലത്. അതിന് കാരണമുണ്ട്, വിജയ്ക്ക് മുമ്പ് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള പല സൂപ്പർ സ്റ്റാറുകളും ആട്ടപ്പട്ടലം പൊട്ടിപ്പൊളിഞ്ഞ് തിരിച്ച് സിനിമയിലേക്ക് പോകേണ്ട വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം അവരുടെ പാത പിന്തുടർന്ന് വിജയും പോകും എന്നായിരുന്നു ഈ പറയുന്ന സിനിമാക്കാരുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ ഒരു അനുമാനം. പക്ഷെങ്കിൽ അതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് അണ്ണൻ മാസ് അടിച്ച് അണ്ണൻ മാസ് അടിച്ച് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി കസേരയിലോട്ടാണ് കയറി വരുന്നത്. വിജയിലൊരു പ്രതീക്ഷയുണ്ട്. വിജയണ്ണൻ്റെ സിനിമയിൽ കാണിച്ച ആ ഒരു രക്ഷകൻ റോള് രാഷ്ട്രീയത്തിലും കേരളം എന്ന് മാത്രം വരുന്നത്, രാഷ്ട്രീയത്തിലും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി കസേരയിരിക്കുമ്പോഴും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സാധിച്ചാൽ MGRനും ജയലളിതയ്ക്കും ഒക്കെ ശേഷം തമിഴ് ജനത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. എന്തായാലും വിജയണ്ണ, നിങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. പക്ഷേ ഇനിയിപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾ തമിഴ്നാടിൻ്റെ CM ഒക്കെ ആയതോടുകൂടി ഒരു കാര്യത്തിൽ തീരുമാനമായി, ഇനി നിങ്ങൾ തമിഴ് സിനിമയിലേക്ക് വരില്ല എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഇനി ഒരു പുതിയ റിലീസ് സിനിമ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല എന്നൊരു സങ്കടമുണ്ട്. പക്ഷേ എനിക്കൊന്ന് ജനനായകൻ റിലീസ് ആവുമായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ CM ഒക്കെ കഴിയുമ്പം ഇളയ ദളപതി വിജയ് എന്നതിന് പകരം തമിഴ്നാട് CM ഇളയ ദളപതി വിജയ് എന്ന ടൈറ്റിൽ കാർഡൊക്കെ കാണിച്ച് ജനനായകൻ തിയേറ്ററിൽ കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും വിജയിച്ച പാർട്ടികൾക്ക് ഒരുപാട് ആശംസകൾ. അത് കേരളത്തിൽ UDF ആയാലും തമിഴ്നാട്ടിൽ നമ്മുടെ വിജയണ്ണനായാലും. ഇനി പരാജയപ്പെട്ടു പോയ രാഷ്ട്രീയ പാർട്ടികളോട് പറയാനുള്ളത്, പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിങ്ങളുടെ തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്നാൽ, നല്ല പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നോട്ട് വന്നാൽ, ഒരു പക്ഷെങ്കിൽ അടുത്ത സമയത്ത് അടുത്ത ടൈമിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു കയറ്റമുണ്ട്. അപ്പം നിങ്ങളുടെ ഈ കയറ്റം നിങ്ങൾക്ക് നല്ലൊരു ഇറക്കത്തിലോട്ട് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ജനങ്ങളാണ് കിങ്, ജനങ്ങളാണ് രാജാവ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തന്നെയാണ് ഒന്നാമൻ. അത് നിങ്ങൾ മറന്നു പോകരുത്. അത് മറന്നു പോയവരാണ് ഇപ്പോൾ ഇനിയും വീട്ടിൽ പോയി ചായ കുടിച്ച് ഇരിക്കേണ്ട അവസ്ഥ വരുന്നത്, അല്ലെങ്കിൽ പരിപ്പോടെയൊക്കെ കഴിച്ച് ഒരു താത്വിക അവലോകനം നടത്തേണ്ട അവസ്ഥ വരുന്നത്. ഇനി എനിക്ക് ക്യാപ്സ്യൂൾ ഇറക്കുന്നവരോടാണ് പറയാനുള്ളത്, ക്യാപ്സ്യൂൾ ഇറക്കരുത്, നിങ്ങൾ തോറ്റു എന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ച് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കുക. പുതിയ ക്യാപ്സ്യൂളുകളൊക്കെ ഇറക്കിക്കൊണ്ട് വന്നാലും ജനങ്ങൾക്ക് മനസ്സിലാകും ക്യാപ്സ്യൂളല്ല ജനങ്ങൾക്ക് വേണ്ടത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഒരു പേഴ്സണലി കാര്യം പറയുകയാണ്. LDF ഇനിയും പഴയ ആളുകളൊക്കെ, അതായത് സീനിയറായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് സൈഡിലോട്ട് ആവട്ടെ.
പുതിയ ജനങ്ങൾക്ക്, അതായത് പുതിയ പാർട്ടി പ്രവർത്തകർക്ക് യുവത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പാർട്ടിയിലേക്ക് പുതിയ യുവാക്കൾ വരട്ടെ, വന്ന് അവർ പാർട്ടിയെ നയിക്കട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ലാത്തൊരു പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവണം, നിലനിൽക്കണം കേരളത്തിൽ, എക്സ്പെഷ്യലി കേരളത്തിൽ. സാധാരണപ്പെട്ടവന് ഒരു കൈത്താങ്ങാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് മുതലേ. അത് ഒരിടയ്ക്ക് അത് അല്ലാതെന്നുള്ളൊരു തോന്നലും അല്ലാന്നുള്ളൊരു രീതിയും വന്നതുകൊണ്ടാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഒരു അവസ്ഥ കേരളത്തിൽ വന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ വരാതെ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതാപം തിരിച്ചു പിടിച്ച് കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത് വേറൊരു ആളെക്കുറിച്ചാണ്. 50,000-നടുത്ത് ഭൂരിപക്ഷത്തോടുകൂടി സിമ്പിളായിട്ട് ജയിച്ചു വന്നൊരു വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. പറയാതിരിക്കാൻ വയ്യ. കാര്യം ചാണ്ടി ഉമ്മൻ ഈ ഒരു ഇലക്ഷനിൽ എടുത്തൊരു നിലപാടും കൊണ്ടുവന്ന, അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോടും എന്തിനാ UDF വരെയും കാണിച്ചു കൊടുത്തൊരു മോഡലുണ്ട്. അതായത് കാശ് മുടക്കാതെ, സീറോ പോസ്റ്ററുകൾ ഉപയോഗിക്കാതെ, കുട്ടിക്കലാശം നടത്താതെ ഒരു സൈക്കിൾ എടുത്തിട്ട് പുതുപ്പള്ളി മണ്ഡലം മൊത്തം ഇറങ്ങി ജനങ്ങളോട് സംസാരിച്ചു, ജനങ്ങൾക്കിടയിലേക്ക് പോയി, ജനങ്ങളിൽ ഒരാളായിട്ട് മാറി നിന്നു. ആ ഒരു ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ കൊണ്ടുവന്ന ആ ഒരു ഇലക്ഷൻ പ്രചരണ സ്ട്രാറ്റജി ഭയങ്കരമാണ്. അത് ശരിക്കും അടുത്ത് വരുന്ന ഇലക്ഷനുകളിലൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അങ്ങനെ ചിന്തിക്കണം. പക്ഷേ അങ്ങനെ ചിന്തിച്ച് ചെയ്യാൻ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം. അപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ ഈ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി നിങ്ങൾക്കും മറ്റുള്ള MLA-മാർക്കും ഒരു മാതൃകയാവട്ടെ. അടുത്ത ഇലക്ഷന് നിങ്ങളും ഈ ഒരു 5 കൊല്ലം നന്നായിട്ട് നിങ്ങളുടെ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അടുത്ത വർഷം, അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത ടൈമിൽ നിങ്ങൾ ഒരു ഇലക്ഷനെ നേരിടുന്ന സമയത്ത് നിങ്ങൾക്കും ഈ പറഞ്ഞ പോസ്റ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ പ്രചരണ ജാഥകൾ, മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള റോഡ് നീളെയുള്ള ഒരു ജാഥകളൊക്കെ ഒഴിവാക്കി, കൊട്ടിക്കലാശമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതുപോലെ ഒരു സൈക്കിളിൽ നിങ്ങൾക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാനെ കൊണ്ട് പറ്റട്ടെ. അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളും ഈ പറയുന്ന 5 വർഷം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങളിൽ ഒരാളായി നിന്നാൽ നിങ്ങൾക്കും ഇതുപോലെ കൂളായിട്ട് പോയി വോട്ടും മേടിച്ച് ജയിച്ച് അടുത്ത ഇലക്ഷന് നിങ്ങൾക്ക് അസംബ്ലിയിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അടുത്ത 5 കൊല്ലം കേരളം UDF ഭരിക്കട്ടെ, LDF പ്രതിപക്ഷത്തിരുന്ന് പ്രവർത്തിക്കട്ടെ. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടിന് ഇനി ആരാണ് അടുത്ത 5 കൊല്ലം ഭരിക്കാൻ പോകുന്നത്? നമ്മുടെ ഇളയ ദളപതി വിജയാണ്.